ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തുടക്കം തന്നെ നിങ്ങളോടൊരു വലിയൊരു സോറിയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഓണത്തിന്റെ അവധി ഒത്തിരി ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല, 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 4 ദിവസം മാക്സിമം നല്ല കുറേ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് ആ ഓണത്തിന്റെ സെലിബ്രേഷൻ്റെ അന്ന് തൊട്ട് ഒട്ടുമേ വയ്യായിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫുള്ള് കിടപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ റിക്വസ്റ്റ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്, അതിങ്ങനെ ഡിലേ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നാണ് ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ആയത്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോനെ 3 സെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ അനാറ്റോമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏകദേശം ഒരു കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റ് അപ്രോച്ച് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊരു കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ, അതായത് നമുക്കിപ്പോൾ ഏത് ടെസ്റ്റ് ആയാലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏതൊരു ടെക്സ്റ്റ് ബുക്ക് ആയാലും അതായത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ. ഞാൻ അടുത്ത വീഡിയോയിൽ ഫിസിയോളജി ബയോകെമിസ്ട്രി ആയിട്ട് വരും. ഈ ഒരു വീഡിയോയിൽ അനാറ്റോമി മാത്രമാണ് പറയുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. വേറെ ഒന്നുമല്ല, കുറേ കുട്ടികൾ നോട്ട്സ് ചോദിച്ചിട്ടും പിന്നെ എൻ്റെ കയ്യിൽ കുറേ PDF ഒക്കെ ഉണ്ടല്ലോ, അല്ലെ PPT ഒക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതിനേക്കാളും കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ പല പല കോളേജിലുള്ള കുട്ടികളുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലായിടത്തുമുള്ള നോട്ട്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനൊരു പ്ലാറ്റ്ഫോമും കൂടി ആവും. അത് നിങ്ങളുടെ സ്റ്റഡീസിന് കുറച്ചുകൂടെ നല്ലതായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറെ കുറേ കുട്ടികൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കമന്റ്സിൽ വരുന്നതാണ്, ചേച്ചി ഫസ്റ്റ് ഇയറിൽ നമുക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ അതിന് ഓൾറെഡി ഇതിന്റെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിലെ വീഡിയോയുടെ ഫസ്റ്റത്തെ സെക്ഷൻ നമ്മൾ എങ്ങനെയാണ് അനാറ്റോമി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു കാര്യം പറയാം. അത് പറയുന്നതിനോടൊപ്പം നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കുറേ വർഷം പഠിച്ചിട്ട് നമ്മൾ കോളേജിലോട്ട് പോവാണ്. സോ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം, കുറച്ച് എൻജോയ്മെന്റ് വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കും, സ്വാഭാവികം. പക്ഷേ ഫസ്റ്റ് ഇയർ പഠിത്തത്തിന് തന്നെ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഫസ്റ്റ് ഇയറിലെ വാല്യുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ആ ഒരു വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആകാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് തൊട്ട് പഠിച്ചു തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നൊന്നുമല്ല, ഒരു ഡെയിലി ഏതെങ്കിലും കുറച്ച് പോർഷൻസ് എടുത്തിട്ട് പഠിക്കുക. അപ്പൊ നമ്മളൊക്കെ ചേർന്ന സമയത്ത് നമുക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടൊരു ഇതുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഡെയിലി വൈവ ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും, വീക്കിലി എക്സാംസ് ഉണ്ടാവും, മന്ത്ലി എക്സാം എന്ന് പറഞ്ഞാൽ കുറേ എക്സാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. സോ അത് നമുക്ക് ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നമുക്ക് ഫൈനൽ എക്സാമിന്റെ സമയത്ത് ഞങ്ങൾക്ക് റിവിഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ടോപ്പിക്സ് ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഫീലിംഗ് അല്ലായിരുന്നു, ഞങ്ങൾക്ക് അതൊരു റിവിഷൻ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് അത്യാവശ്യം നിങ്ങൾ പഠിക്കണം. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത്രയും തലപൊഞ്ഞ് പഠിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല, കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ അനാറ്റോമിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി എന്നാണ് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചറലി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഹ്യൂമൻ അനാറ്റോമി എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങൾ കുറേ പുസ്തകം ഇരുന്ന് വായിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾ മറന്നു പോകും, വായിക്കും മറന്നു, ഇത് തന്നെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിൽ കുറച്ചെങ്കിലും രീതിയിൽ ഓർമ്മയായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആ സ്ട്രക്ചേഴ്സ് കണ്ട് തന്നെ പഠിക്കേണ്ടതാണ്. കണ്ട് തന്നെ പഠിക്കണം മീൻസ് എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മുടെ ഡിസെക്ഷൻ അവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഓഫ് ആം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അത് ഏത് ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്ത ബുക്ക് ആവട്ടെ, ആ ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത കേഡാവറിന്റെ അടുത്ത് ചെല്ലുക. നിങ്ങളിപ്പോ പഠിക്കാൻ വേണ്ടി പോകുന്ന മസിൽ, ഇപ്പൊ ബൈസെപ്സ് ആണെങ്കിൽ ആ മസിൽസിന്റെ ഒറിജിൻ ഉണ്ടാവും, അതിന് ഇൻസേർഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ആ ബോഡി കണ്ടു പഠിക്കുക. അല്ലാണ്ട് നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഇരുന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ച ടോപ്പിക് ഒന്നും ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഇയർ എങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കണ്ട് പഠിക്കുക, അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ
അതുപോലെ തന്നെ ഈ ബോൺസ് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്താ പറയുക, നിങ്ങൾ ആ ഒരു ഡിസെക്ഷൻ സമയത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമുക്ക് ബോൺസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഹോസ്റ്റലാണെങ്കിൽ നിങ്ങൾ ബോൺ സെറ്റ് മേടിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇരുന്ന് ആ ബോൺ നോക്കി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ അർജുൻ റെഡ്ഡി സിനിമ ഒക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ കയ്യിലൊക്കെ വരച്ച് പഠിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ കുറേ മസിൽസ് ഉണ്ട്. ഈ മസിൽസിന്റെ പേരും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് അത് നമുക്ക് വൈവയ്ക്കൊക്കെ ചോദിക്കാം. ആ സമയത്ത് നമ്മുടെ കൈ തന്നെ എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ, കാരണം നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ കിടാവറും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കുമായിരുന്നു. ഇവിടുത്തെ കാർപ്പൽ ബോൺസ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഫോറാം മസിൽസ് ഓഫ് ഫോറാം എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കുറേ ഉണ്ട് പഠിക്കാം. അപ്പൊ നമ്മൾ അതിനെ കയ്യിലിങ്ങനെ വരച്ച് പഠിക്കണം. അതുപോലെ നമ്മൾ കണ്ട് പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ട് പഠിച്ചാൽ വേണ്ടി മാത്രമേ നമുക്ക് ഈ അനാറ്റോമിയിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ ഓരോ ടോപ്പിക്സും നമ്മൾ ഈ സ്ട്രക്ചറിൽ തന്നെ അപ്രോച്ച് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് നെർവ്സോ ആർട്ടറീസോ അങ്ങനത്തെ കാര്യങ്ങൾ ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂട്യൂബ് വീഡിയോസ്, അത് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നല്ല യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. സോ അതിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ആനിമേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് കാണാം. അപ്പൊ നമുക്കത് കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു അപ്രോച്ച് മാത്രമാണ് നമുക്ക് അനാറ്റോമിയിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് പഠിക്കാനുള്ള ഒരേ ഒരു വഴി, അത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ, മാക്സിമം നിങ്ങളെ ഡിസെക്ഷൻ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ കെഡാവറിന്റെ അടുത്തിരുന്ന് ഓരോ മസിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ നെർവ്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കെഡാവറിന്റെ അടുത്തുനിന്ന് പഠിക്കുക. ഈ ഓസ്റ്റിയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് നമുക്ക് ഡിസെക്ഷൻ അവറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബോണൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തിരുന്ന് പഠിക്കുക. പിന്നെ ബോൺ സെറ്റ് മേടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് നിങ്ങൾ മേടിച്ച് ഈ ഹോസ്റ്റലിൽ ഇരുന്നാലും ബോണൊക്കെ നോക്കി തന്നെ പഠിക്കുക. സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ അനാറ്റോമി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് കുറെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നിങ്ങൾ ഒന്നും നോക്കുന്നില്ല, ഡിസെക്ഷൻ അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, വീഡിയോസ് കാണുന്നില്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപഠിക്കുന്ന ഒന്നും ചെയ്യാതെ വെറുതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിക്കും, പിന്നെ മറന്നു പോകും. ഈ പഠിച്ച കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏകദേശമൊക്കെ നല്ല രീതിയിൽ ഓർത്തിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. അപ്പൊ നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കും കൂടെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പർ ലിംബായിരുന്നു. അപ്പർ ലിംബിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ബ്രസ്റ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വീക്കിലി എക്സാം വന്നു. വീക്കിലി എക്സാം വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് വായിച്ചു എന്ന് വെച്ചാൽ ഫുള്ള് വായിച്ചു. നമ്മൾ പണ്ട് നീറ്റിനൊക്കെ വായിക്കത്തില്ലേ, അതുപോലെ ഇന്ന് ഫുള്ള് വായിച്ചു. ഈ ഫുള്ള് വായിച്ചു, എക്സാമിന് വന്നു, വളരെ സന്തോഷമായിട്ട് ഞാൻ അത് ഫുൾ അങ്ങ് എഴുതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യന് 8 മാർക്കായിരുന്നു. ഈ 8 മാർക്കിൽ നമ്മളിപ്പോൾ ഫുള്ള് എഴുതിയാലും, നമ്മൾ മൊത്തം എഴുതിയെന്ന് പറഞ്ഞാലും അവർ മാക്സിമം തരുന്നത് ചിലപ്പോൾ ഒരു 7 അല്ലെങ്കിൽ ഒരു 6 അത്രയൊക്കെ തരത്തുള്ളൂ. പിന്നെ മണ്ടയിൽ ഫുൾ 8 എന്ന് പറഞ്ഞൊരു മാർക്ക് ഒരിക്കലും നമുക്ക് കിട്ടാൻ വേണ്ടി പോകത്തില്ല. അപ്പൊ ഞാനും ഒന്ന് എഴുതിയ സമയത്ത് എനിക്കെന്തോ 6 മാർക്കോ സംതിങ് കിട്ടി. പക്ഷേ എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഫുള്ള് എഴുതി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ ക്വസ്റ്റ്യൻസ് എഴുതാനും സമയം കിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ 2 മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആൻസർ പ്രസന്റ് ചെയ്യേണ്ട അങ്ങനെയല്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ പാരഗ്രാഫിൽ തന്നിരിക്കുന്നത് അതേ പാരഗ്രാഫ് കോപ്പി അടിച്ച് നമ്മൾ ആൻസർ ഷീറ്റ് എഴുതിയ പോലെയായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് പോയിന്റ് പിക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ പറ്റിയില്ല. അത് ഞാൻ ആൻസർ പ്രസന്റ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾക്ക് പറയാം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ NCERT പണ്ട് വായിക്കുന്ന പോലെ എല്ലാ സെന്റൻസും ഇരുന്ന് വായിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല. നമുക്ക് വേണ്ട പോയിന്റ്സ്, അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് എൻ്റെ ഒരു സീനിയർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്ന ആറ്, വാസ്, ദിസ് ഈസ് കോൾഡ് അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ടല്ലോ, അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. നമ്മൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ട് മാത്രം നമ്മൾ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് മീൻസ് നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടി മനസ്സിലാവും. പക്ഷെ രണ്ടാമത്തെ തവണ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. NCERT പണ്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫിൽ ഒരു 5-6 വാക്കുകൾ ഒഴിച്ച ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ആവരുത്. നമ്മൾ ഇവിടെ വായിക്കുന്ന സമയത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, CBSE വാല്യുവേഷന്റെ സമയത്ത് അനാറ്റോമി ആയാലും ഫിസിയോളജി ആയാലും ബയോകെമിസ്ട്രി ആയാലും അതിൻ്റെ അകത്ത് അവർക്ക് വേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഉണ്ടാവും. അത് കിട്ടിയ മാത്രം മാർക്കുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളിപ്പം 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 10-15 പേജ് എഴുതി എന്ന് പറഞ്ഞ മാർക്ക് ആരും തരില്ല. ആ ഒരു ആൻസർ ഇപ്പൊ ഒരു 8 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾ ഒരു പേജ് അല്ലെങ്കിൽ 2 പേജാണ് എഴുതുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അവര് മാർക്ക് തരും. എങ്ങനെയെന്നല്ലേ, നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ ആ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കീ വേർഡ്സ് ഉണ്ടാവും. അത് നിങ്ങൾ ഒറ്റ വാക്കിൽ ആ ഒരു വേർഡ് മാത്രം വെച്ച് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആ കീ വേർഡ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിലെ ആ കീ വേർഡ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ബ്രസ്റ്റിൻ്റെ പോർഷൻസ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചു തുടങ്ങിയപ്പം തുടക്കത്തിൽ ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഇത് ഫുള്ള് പഠിക്കുമായിരുന്നു. ഈവൻ ഈ ഒരു സെന്റൻസ് ഒക്കെ ഫുള്ള് പഠിക്കുമായിരുന്നു. പിന്നീട് വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ വേണ്ട, നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം മതി. അങ്ങനെയാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഞാൻ പിന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങിയത്. ഇതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് പഠിച്ച സമയത്ത് ഈ ഒരു പാരഗ്രാഫ് ഒക്കെ ഫുള്ള് പഠിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ വേണ്ട, ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, അത് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതിയാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തൊറാക്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മീഡിയാസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അന്ന് പണ്ട് വായിച്ചിരുന്ന സമയത്ത് മാർക്ക് ചെയ്തത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കീവേഡ്സ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വായിക്കാൻ, ഞാൻ വരുത്തി വെച്ച പോലത്തെ മിസ്റ്റേക്ക് വരുത്തരുത്. അതായത് ഒരു പാരഗ്രാഫ് ഫുള്ള് ഇരുന്ന് മൊത്തം ബൈഹാർട്ടായിട്ട് പഠിച്ച് അങ്ങനെ ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രം നോക്കി നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫുള്ള് വായിച്ച് നോക്കിക്കോ, എന്നാലേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പ്ലസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് പറയും ഈ ഒരു ടോപ്പിക്കിൽ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്ന് പറയും. ആ സമയത്ത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇനി നോട്ട് ഉണ്ടാകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി. ആൻസർ പ്രസന്റേഷൻ എങ്ങനെയാണെന്നാണ്, ബ്ലഡ് സപ്ലൈ ഡയഗ്രാംസ് ഒക്കെ